കളിക്കാർക്ക് വരവേൽപ്പ് നൽകിയുള്ള പടക്കം പൊട്ടിക്കൽ 58 പേർക്ക് പരിക്കേറ്റു. മത്സരം മാറ്റിവെച്ചു. ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കാർക്ക് വരവേൽപ്പ് നൽകിയുള്ള ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായുള്ള പടക്കം പൊട്ടിക്കലിൽ 58 പേർക്ക് പരിക്കേറ്റു. അരീക്കോട് തെരട്ടമ്മൽ ഗ്രൗണ്ടിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടയിൽ ചൈനീസ് പടക്കം പൊട്ടിക്കൽ നടത്തിയത്. ചൊവ്വാഴ്ച രാത്രി 8-നായിരുന്നു സംഭവം. ചൈനീസ് പടക്കത്തിന് തീ കൊളുത്തിയപ്പോൾ ദിശകൾ മാറി ഉയർന്നതാണ് അപകടത്തിലായതെന്ന് പറയുന്നു. നേരെ വിണ്ണിലേക്ക് 10 മീറ്റർ ഉയർന്ന വർണ്ണവിസ്മയത്തോടെ പൊട്ടുന്ന പടക്കമാണ് കാഴ്ചവിസ്മയത്തിൽ നിന്നു മാറി അപകടത്തിനിടയാക്കിയത്. പക്ഷേ പടക്കങ്ങൾ ഓരോന്നും ചരിഞ്ഞു നീങ്ങി ഉയർന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് പറയുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഗ്യാലറിയിൽ കളി വീക്ഷിക്കാൻ തിങ്ങി നിറഞ്ഞിരുന്നത്. ആരുടെയും പരുക്ക് സാരമുള്ളതല്ല. തീപ്പൊള്ളലേറ്റും ഓട്ടത്തിലുമാണ് പരുക്ക് സംഭവിച്ചത്. 1 മാസക്കാലമായി നടന്ന ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരമായിരുന്നു ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്നത്. FC നെല്ലിക്കുത്തും KMG മാവൂരും തമ്മിലായിരുന്നു മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് താരങ്ങളെ മൈതാനത്തേക്ക് വരവേൽക്കാനാണ് ചൈനീസ് പടക്കം പൊട്ടിക്കാൻ സംവിധാനം ഒരുക്കിയിരുന്നത്. ആകാശത്ത് ഉയർന്നു പൊട്ടുന്ന പടക്കത്തിന്റെ വലിയ പെട്ടി സ്റ്റേഡിയത്തിന് നടുവിലാണ് സ്ഥാപിച്ചത്. പക്ഷേ തീ കൊളുത്തുന്നതിനിടയിൽ പെട്ടിമറിഞ്ഞ ഓരോ പടക്കങ്ങളും ദിശ മാറി ഗ്യാലറികളിലേക്ക് നീങ്ങുകയായിരുന്നു. 10 മിനിറ്റോളം പടക്കങ്ങൾ ഗ്യാലറിയുടെ പല ഭാഗങ്ങളിലായി പൊട്ടിച്ചിതറി. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. 1 മണിക്കൂറിന് ശേഷം കളി പുനരാരംഭിക്കാൻ നീക്കം നടന്നെങ്കിലും സംഘാടകരുടെ ഭാഗത്തുനിന്ന് പിഴവാണെന്ന് പറഞ്ഞ് കാണികളിൽ നിന്ന് പ്രതിഷേധമുയർന്നു. ഒടുവിൽ മത്സരം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ സംഘാടകർ തീരുമാനിക്കുകയായിരുന്നു. എൻലൈറ്റ് ന്യൂസ്, മുക്കം.